ഡോളറിനെ തൊട്ടവരെ ആരെയും അമേരിക്ക ഇതുവരെ വെറുതെ വിട്ടിട്ടില്ല. നമ്മൾ നോക്കിയാൽ ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങളെ എങ്ങനെയാണ് അമേരിക്ക നേരിട്ടത് എന്നുള്ളത്. ഇന്ത്യയെ ചൊറിയാൻ, ഡോളറെ തൊട്ട് ഇന്ത്യയെ ചൊറിയാൻ, അതായത് ബ്രിക്സിൽ പുതിയ രാജ്യങ്ങൾ കൂട്ടുചേരുന്നു. ഇന്ത്യ, ചൈന, റഷ്യ അതിൻ്റെ തലപ്പത്ത് വരുന്നു. അപ്പോൾ അതൊരു ബ്രിക്സ് കൂട്ടായ്മയാകുന്നു. അതിന് ബ്രിക്സ് കറൻസി ആക്കി മാറാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ളൊരു തോന്നൽ ട്രംപിനുണ്ടാകുന്നു. അത് ഡോളറിനെ വലിയ രീതിയിൽ ബാധിക്കും എന്ന് ട്രംപ് വിചാരിക്കുന്നു. അത്തരത്തിൽ ഇന്ത്യയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രു, പ്രത്യക്ഷത്തിലല്ലെങ്കിൽ പോലും. മാത്രമല്ല, ഇന്ത്യക്കപ്പുറം നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവാണ് ഇപ്പോൾ അമേരിക്കയുടെയും ട്രംപിൻ്റെയും ഡീപ് സ്റ്റേറ്റിൻ്റെയൊക്കെ ശത്രു. പലതവണ ഇന്ത്യയിലെ ഭരണം അട്ടിമറിക്കാൻ ഇവരൊക്കെ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പലപ്പോഴും ഇപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് അടക്കം ഡീപ് സ്റ്റേറ്റിൽ ജോർജ് സോറസുമായൊക്കെ സംസാരിച്ചു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോഴും മോദിയെ അട്ടിമറിക്കുക എന്നുള്ള ഒരു വലിയ സാഹസത്തിന് അമേരിക്ക മുതിർന്നിട്ടും അത് ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഈ നാഷണൽ ന്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്തത്, ബംഗ്ലാദേശിൽ ഓഗസ്റ്റ് 29 ബിസിനസ് ട്രിപ്പിനായി ടെറസ് ആർവെല്ലെ ജാക്സൺ എന്ന് പറയുന്ന ഒരാൾ വെസ്റ്റ് ഹോട്ടലിൽ, അതായത് ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിൽ ഒരു റൂം എടുക്കുന്നു. റൂം നമ്പർ 808 അപ്പോൾ ഇയാൾ ഓഗസ്റ്റ് 29 റൂം എടുക്കുന്നത്. അപ്പോൾ പിന്നെ ബംഗ്ലാദേശിലെ ധാക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് റൂം എടുക്കുന്നത്. 808 നമ്പർ റൂമാണ് എടുക്കുന്നത്. അപ്പോൾ റൂം എടുത്തതിന് ശേഷം ഓഗസ്റ്റ് 31 ഇയാൾ മരണപ്പെടുന്നു. ടെറൻസ് ആർവെല്ലെ ജാക്സൺ, 50 വയസ്സാണ് ഇയാളുടെ പ്രായമെന്ന് പറയുന്നത്. ഇയാൾ അങ്ങനെ ചില്ലറക്കാരനൊന്നുമല്ല. US ആർമിയുടെ സ്പെഷ്യൽ ഫോഴ്സ് ഇൻസ്പെക്ടർ ജനറലാണ്. അതായത് ഫസ്റ്റ് സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡറാണ് ഈ ടെറസ് ആൻവെല്ലെ ജാക്സൺ എന്ന് പറയുന്ന 50 വയസ്സുകാരൻ. ഓഗസ്റ്റ് 29 ബംഗ്ലാദേശിലെ ധാക്കയിൽ ഇയാൾ മുറിയെടുക്കുന്നു. ഓഗസ്റ്റ് 31 ഇയാൾ മരണപ്പെടുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ സ്പെഷ്യൽ ഓഫീസർ കൂടിയാണ്. ഇയാൾ അവിടെ പിന്നെ ഹോട്ടലിൽ മരിക്കുന്നു. മരിച്ചു കഴിയുമ്പോൾ വെസ്റ്റേൺ ഹോട്ടലിലാണ്, ബംഗ്ലാദേശിലെ വെസ്റ്റേൺ ഹോട്ടലിലാണ് മരണപ്പെടുന്നത്. അപ്പോൾ ഈ ഹോട്ടലിലെ ജീവനക്കാർ ഈ മുറിയിൽ വന്ന് കുറേ നേരമായി തട്ടുന്നു. മുറി തുറക്കുന്നില്ല. പിന്നീട് ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് മുറി തുറക്കുന്നു. നോക്കിയപ്പോൾ ഇയാൾ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അതിനുശേഷം ഇവർ പോലീസിനെ അറിയിക്കുന്നു. പോലീസ് എത്തുന്നതിന് മുൻപേ ഇന്ത്യൻ എംബസിയിൽ നിന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നു. ഇന്ത്യൻ എംബസി എന്നല്ല ഞാൻ പറഞ്ഞത്, അമേരിക്കൻ ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നു എന്നുള്ളതാണ്. അതായത് ധാക്ക പോലീസ് എത്തുന്നതിന് മുൻപേ തന്നെ അമേരിക്കൻ ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നു. അതിനുശേഷം ഇയാളുടെ ദേഹപരിശോധന, പ്രാഥമികമായ ഒരു ദേഹപരിശോധനയുണ്ട്, അതുപോലും നടത്താതെ അമേരിക്കയുടെ സ്പെഷ്യൽ ഫ്ലൈറ്റിൽ ഇയാളെ ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോകുന്നു. അതായത് ഇവിടെ പിന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്നില്ല, ദേഹപരിശോധന നടത്തുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അമേരിക്കൻ ഉദ്യോഗസ്ഥർ കാവൽ നിൽക്കുന്നു, ഇയാളുടെ മൃതശരീരം എടുക്കുന്നു, കൊണ്ടുപോകുന്നു. ഇതാണ് നടന്നത്. അപ്പോൾ പരക്കെ ഒരു വാർത്ത പറഞ്ഞത്, മോദിയെ വധിക്കാനായി US ഏർപ്പെടുത്തിയ ഒരു US സ്പെഷ്യൽ ആർമി ഫോഴ്സ് ഇൻസ്പെക്ടറാണ് ഈ ടെറസ് ആർവെല്ലെ ജാക്സൺ എന്ന് പറയുന്നത്. ഇയാൾ പിന്നെ ഈ ഒരു നോറൽ കരോളിൻ്റെ സ്വദേശിയാണ്. ഈ പിന്നെ ഈ ടെറസ് ആർവെല്ലെ ജാക്സൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ NSTS PG ഒക്കെ പോലെയുള്ള അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പെഷ്യൽ ഫോഴ്സാണ്. മാത്രമല്ല, ഇയാൾ 5 തവണ ഈ തുടർച്ചയായി, അതായത് ഇന്ത്യ വിരുദ്ധനെന്ന് പരക്കെ നമ്മൾ പറയുന്ന പീറ്റർ ഹാസ്, അതായത് മുൻ അമേരിക്കയുടെ അംബാസിഡറായിരുന്നു. ഇയാൾ ഈ 5 ദിവസം തുടർച്ചയായി കഴിഞ്ഞ ഓഗസ്റ്റ് 5 വരെ തുടർച്ചയായി 5 തവണ ഈ ധാക്കയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ടെറസുമായി പിന്നെ കൂടിക്കാഴ്ച നടത്തിയോ എന്നതിനൊന്നും ഇതുവരെ പിന്നെ വ്യക്തതയില്ല. ഇയാൾ വന്നിട്ട്
കോക്സ് ബസാറിൽ വെച്ച്, ധാക്കയിലെ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ മാളായ കോക്ക് ബസാറിൽ വെച്ച് നാഷണൽ കോർഡിനേഷൻ ഫോം എന്ന സംഘടനയുടെ നേതാക്കളുമായി ഇയാൾ കൂടിക്കാഴ്ച നടത്തി. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംശയിക്കുന്നത്. അതായത് ഈ കോക്സ് ബസാറിൽ വെച്ച് നാഷണൽ കോർഡിനേഷൻ ഫോം എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് ഓർമ്മ കാണും, ബംഗ്ലാദേശിൽ കലാപമുണ്ടാക്കിയ വിദ്യാർത്ഥികളുടെ സംഘടനയാണ് ഈ നാഷണൽ കോർഡിനേഷൻ ഫോം എന്ന് പറയുന്ന സംഘടന. അപ്പോൾ ഇവരുമായി ഒരു ചർച്ച നടത്തുന്നു. അതിനുശേഷം ഇയാൾ പോകുന്നു. അതിനുശേഷമാണ് ഈ ടെറസ് ആർവെല്ലെ ജാക്സൺ ഓഗസ്റ്റ് 31 മരണപ്പെടുന്നത്. ഇനി ഓഗസ്റ്റ് 31 ഒരു വലിയ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഇന്ത്യയെ കൂടെ സംബന്ധിച്ച് ഒരു വലിയ പ്രത്യേകതയാണ്. എന്താണ് ആ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഓഗസ്റ്റ് 31 ഇന്ത്യൻ പ്രധാനമന്ത്രി ടിയാങ്ജിൽ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി എത്തിയത്. അവിടെ ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്, പുടിനുണ്ട്. അപ്പോൾ ഈ ഓഗസ്റ്റ് 31 തന്നെ ഇയാൾ മരണപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിൽ സംഭവിച്ചതെന്നുള്ളത് ഇപ്പോഴും ഒരു ദുരൂഹതയായി തുടരുന്നുണ്ട്. മാത്രമല്ല, നമുക്കൊക്കെ ഓർമ്മയുണ്ട്, പുടിനും മോദിയും തമ്മിൽ 45 മിനിറ്റോളം പുടിൻ്റെ ഔറസ് എന്ന് പറയുന്ന കാറിൽ, അതായത് മോസ്കോയിൽ നിന്ന് കൊണ്ടുവന്ന, പുടിന് സഞ്ചരിക്കാനായി കൊണ്ടുവന്ന ഔറസ് എന്ന കാർ, ഈ റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ചാൽ പോലും തകർക്കാൻ കഴിയാത്ത, വാഹനത്തിൽ ഇരുന്ന് തന്നെ അക്രമികളെ ആക്രമിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഓക്സിജൻ അടക്കമുള്ള കാര്യങ്ങളുള്ള ഒരു അത്യാധുനിക സാങ്കേതിക വിദ്യ മുഴുവൻ ഉൾപ്പെടുത്തിയ കാറാണ് പുടിൻ്റെ ഔറസ് എന്ന് പറയുന്നത്. ആ കാറിൽ 5 മിനിറ്റ് ദൂരമേ ഈ പുടിനും മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ദൂരമുള്ള 5 മിനിറ്റ്. അതിൻ്റെ ഇരട്ടി സമയം പുടിൻ മോദിക്ക് വേണ്ടി കാറിൽ 10 മിനിറ്റോളം കാത്തിരുന്നു. എന്നിട്ട് 45 മിനിറ്റ് അവർ സംസാരിക്കുകയാണ്. എന്താണ് സംസാരിച്ചതെന്ന് ഇതുവരെ അറിയില്ല. അത് ഇവർക്കിടയിലുള്ള മാത്രം രഹസ്യമായി എന്നെങ്കിലും ഇവരായി പുറത്തു പറയുക എന്നല്ലാതെ നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ചില വാർത്തകൾ വരുന്നത്, മോദിയെ അട്ടിമറിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്, മോദിയെ തീർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. കാരണം അമേരിക്കയുടെ കാര്യങ്ങൾക്കൊന്നും നിൽക്കാത്ത ഒരാളാണ് മോദി. അതുകൊണ്ട് മോദിയെ തീർക്കാനുള്ള, അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാത്ത, അമേരിക്ക പറഞ്ഞാൽ കേൾക്കാത്ത, അമേരിക്കയ്ക്ക് മുന്നിൽ വിധേയത്വം സ്വീകരിക്കാത്ത മോദിയെ തീർക്കാൻ ഒരു പദ്ധതി US ഒരുങ്ങുന്നു. അത് റഷ്യൻ ഇൻ്റലിജൻസ് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള കാര്യമായിരിക്കാം ഒരു പക്ഷേ ഈ റഷ്യയുടെ ഇൻ്റലിജൻസ് ഏജൻസി പുടിനോട് പറഞ്ഞത്. പുടിൻ രഹസ്യമായിട്ടായിരിക്കാം ഒരു പക്ഷേ മോദിയോട് സംസാരിച്ചത്. ഇനി ഇവർ തമ്മിൽ എങ്ങനെ കാറിലിരുന്ന് സംസാരിച്ചു, ഏത് ഭാഷയിൽ സംസാരിച്ചു എന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയാം, മോദി ഇംഗ്ലീഷിൽ നന്നായി സംസാരിക്കുന്ന ഒരാളാണ് എന്നുള്ളത് പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ഏത് ഭാഷയും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കാനൊക്കെ സാധിക്കുമെന്നുള്ളതാണ്. എന്തായാലും അത്തരത്തിലൊരു നീക്കം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഡോളറിനെ ഇന്ത്യ അമേരിക്കയുടെ മുന്നിൽ മുട്ടുകുത്താതെ നിൽക്കുമ്പോൾ, ഇന്ത്യ സ്ട്രോങ് ആയ നിലപാട് സ്വീകരിക്കുമ്പോൾ, അതിൽ മുന്നിൽ നിൽക്കുന്ന, നയിക്കുന്ന നേതാവിൻ്റെ ശക്തിയാണ് ഇതിനൊക്കെ പിന്നിലെന്ന് കണ്ടുകൊണ്ട് മോദിയെ തീർക്കാനായാണ് ഈ അമേരിക്കയുടെ ചാരൻ അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സിൻ്റെ കമാൻഡർ ഈ ബംഗ്ലാദേശിൽ എത്തിയത് എന്നുള്ള വിവരങ്ങളാണ് നാഷണൽ ന്യൂസുകൾ പുറത്തുവിടുന്നത്. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ വിവരങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും.